കാലം മുതൽ ജീവിതം പിച്ചി ചീന്തപ്പെട്ട പെൺകുട്ടികളുടെ ദുരിത കഥകൾ ഉള്ളുനീർന്ന വേദനയോടെയാണ് കേൾക്കാറുള്ളത്. തൊടുപുഴയിൽ 12 വയസ്സ് മുതൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. 2022 അവൾ നേരിട്ട ക്രൂരതകൾ പുറംലോകം അറിഞ്ഞത്. 5 വർഷത്തിനിടെ നിരവധി പേർ അവളെ ചൂഷണത്തിനിരയാക്കി. പോലീസ് രജിസ്റ്റർ ചെയ്ത 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ ആദ്യ കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പീഡനത്തിനിരയായ കേസിൽ കുടയത്തൂർ സ്വദേശി അനസ് ഷംസുദ്ദീൻ കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരിക്കുന്നു. അനസിന് 10 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് PA സാഗർ ചേരുന്നു. സാഗർ, നമുക്കറിയാം ഇത് എത്രത്തോളം കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണെന്ന്. 28 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത കേസാണ്. അതിൽ വിചാരണ പൂർത്തിയായ ആദ്യ കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതിക്ക് 10 വർഷം കഠിന തടവ്. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ജോലി വാഗ്ദാനം ചെയ്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സംഘം ചേർന്ന് പീഡനത്തിന് ഇരയാക്കിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. കേസിൽ പ്രതിയായ തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനസ് ഷംസുദ്ദീൻ കുറ്റക്കാരനാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. ഇന്നാണ് ഇയാൾക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. 10 വർഷം തടവും 50,000 രൂപ പിഴയും പ്രതി ഒടുക്കണമെന്നാണ് കോടതി വിധി. കൂടാതെ 3 ലക്ഷം രൂപ നഷ്ടപരിഹാരവുമായി നൽകണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. 2022 ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ശാരീരിക അവശതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന വിവരം പുറത്ത് അറിയുന്നത്. തുടർന്ന് ആശുപത്രി അധികൃതർ അന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം 28 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഒരെണ്ണം ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരമുള്ള കേസും ഈ 28 കേസുകളിൽ ഉണ്ട്. ഈ 2017 മുതൽ 22 വരെ പെൺകുട്ടിയെ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പീഡനത്തിന് വിധേയമാക്കി എന്നായിരുന്നു കേസ്. ഇത് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും കൂടാതെ അന്യ ജില്ലകളിൽ എത്തിച്ചും പീഡനം നടത്തി എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൂട്ടബലാത്സംഗം ഉൾപ്പെടെ 28 കേസുകളിലായി 25 പ്രതികളാണ് ഉള്ളത്. എല്ലാ കേസിലും പ്രത്യേകമായി കുറ്റപത്രം സമർപ്പിക്കുകയും ബാക്കി കേസുകളുടെ വിചാരണ സെഷൻസ് കോടതിയിലെല്ലാം നടന്നു വരികയുമാണ്. ഈ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും കൂടാതെ സമീപ ജില്ലകളിൽ എത്തിച്ചു പോലും ഈ കുട്ടിയെ പീഡിപ്പിച്ചതായാണ് പോലീസ് അന്ന് കണ്ടെത്തിയത്. പീഡനം നടന്നത് കുട്ടിയുടെ അമ്മയുടെയും മുത്തച്ഛിയുടെയും ഒത്താശയോടെ ആണെന്നും പോലീസ് അന്ന് മനസ്സിലാക്കി. ഈ 7 കേസുകളിൽ അതിജീവിതയുടെ അമ്മയും പ്രതിയാണ്. ഇത് കേസിനെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോക്സോ ഉൾപ്പെടെയുള്ള ഗുരുതര സ്വഭാവമുള്ള കേസുകളാണ് അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്തത്. 2022 മുതൽ ഘട്ടം ഘട്ടമായാണ് കേസുകളുടെ വിചാരണ നടപടികൾ ഇതുവരെ പുരോഗമിച്ചത്. ഇതിൽ തന്നെ കുമാരമംഗലം സ്വദേശി ബേബി എന്ന മംഗളത്തെ രഘുവാണ് ഈ കേസിലെ മുഖ്യ പ്രതി. സാഗർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒത്താശയുടെ നടന്ന പീഡന കേസാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഏറെ സങ്കീർണമായിരുന്നു ഈ കേസിന്റെ മറ്റ് നടപടികൾ, അതായത് അന്വേഷണവും മറ്റ് നടപടികളും. കഴിഞ്ഞ ദിവസമാണ് കേസിൽ 2 കേസുകൾ വിചാരണ പൂർത്തിയായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 2 കേസുകളും വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. ആദ്യ കേസിലാണ് ഇപ്പോൾ ശിക്ഷാവിധി വന്നിരിക്കുന്നത്. മറ്റ് കേസുകളിലെ വിചാരണയും മറ്റ് ശിക്ഷാവിധിയും നടപടികളും കൂടുതൽ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ, അതോ അതിൻ്റെ നടപടികൾ അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ? ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് കേസുകളിലെല്ലാം തന്നെ വിചാരണ നടപടികൾ പൂർത്തിയായി അതിവേഗം തന്നെയാണ് ഈ കേസുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അത് തൊടുപുഴ 1ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജിയാണ് ഇന്നിപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. 28 കേസുകൾ, അതായത് ആകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 28 കേസുകളാണ്. അതിൽ ഒരെണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. മറ്റൊരു കേസ് കഴിഞ്ഞ ദിവസം വിധി പറയുവാൻ പരിഗണിച്ചുവെങ്കിലും മാറ്റിവെക്കുകയായിരുന്നു. കാരണം ആ കേസിൽ ഉൾപ്പെട്ട പ്രതിയായ വിനീഷ് വിജയൻ എന്നയാൾ കഴിഞ്ഞ ദിവസം തന്നെ തൊടുപുഴയിലുണ്ടായ ഒരു സംഘർഷത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിലാണ് അയാൾ ചികിത്സയിൽ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ വിധി പറയുന്നത് കോടതി 28-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരുന്നു. ഈ പെൺകുട്ടി ജോലി ചെയ്തിരുന്ന കടയിൽ വെച്ച് അതേ സ്ഥാപനത്തിലെ മാനേജറായിരുന്ന വിനീഷ് വിജയൻ പീഡിപ്പിച്ചിരുന്നായിരുന്നു ആ ഒരു കേസ് ഉള്ളത്. ആ കേസാണ് ഇപ്പോൾ വിധി പറയാൻ വരുന്ന 28-ാം തീയതിയിലേക്ക് വിധി പറയുവാനായി മാറ്റിവെച്ചിട്ടുണ്ട്. അന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയുള്ള ഒരു കേസാണ് ഇന്ന് കോടതി പരിഗണിച്ചതും കോടതി ഇതിൽ ശിക്ഷ വിധിച്ചതും. ഈ പെൺകുട്ടിയെ ജോലി വാഗ്ദാനം ചെയ്ത് ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇടനിലക്കാരനുൾപ്പെടെ 6 പേരാണ് ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അറസ്റ്റിലായിരുന്നത്. പിന്നീട് കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് 28 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതും കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും ഉൾപ്പെടെ പ്രതികളായതും. പ്രതികളിൽ സർക്കാർ ഉദ്യോഗസ്ഥർ മുതൽ ലോട്ടറി വിൽപ്പനക്കാർ വരെ ഒരു നീണ്ട നിരയാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നതാണ് ഈ കേസിനെ ഏറെ വ്യത്യസ്തമാക്കിയത്.
ഈ കുട്ടിയുടെ വീട്ടിലെ നിർധനാവസ്ഥ മുതലെടുത്തും ഭീഷണിപ്പെടുത്തിയുമാണ് ഇടനിലക്കാരൻ പണം വാങ്ങി മറ്റുള്ളവർക്ക് കുട്ടിയെ കാഴ്ചവെച്ചത് എന്നായിരുന്നു പ്രധാനപ്പെട്ട കേസ്. എന്തായാലും മറ്റ് കേസുകളിലെ വിചാരണ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അടുത്ത കേസ് രണ്ടാമതായി പരിഗണിച്ചിരിക്കുന്ന കേസ് 28-ാം തീയതി കോടതി മാറ്റിവെച്ചിട്ടുണ്ട് വിധി പറയുവാനായി. എന്തായാലും ഇന്ന് ഇപ്പോൾ ഒരു കേസിലാണ് വിധി വന്നിരിക്കുന്നത് കേട്ടോ. ഏറെ കോളിളക്കമുണ്ടാക്കിയ തൊടുപുഴയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് വിചാരണ പൂർത്തിയായ ആദ്യ കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള അനസിന് 10 വർഷം കഠിന തടവാണ് ശിക്ഷ. രണ്ടാമത്തെ കേസിൽ ഈ മാസം അവസാനം വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.